ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല എരിവും മണവുമുള്ള പച്ച കുരുമുളക് അരച്ച മട്ടൻ കറിയാണ്. സാധാരണ നമ്മൾ മട്ടൻ കറി ഉണ്ടാക്കുമ്പോൾ ഉണക്കമുളകും മല്ലിയും ഒക്കെ അല്ലേ ചേർക്കാറ്. എന്നാൽ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് തികച്ചും വ്യത്യസ്തമായ നല്ല നാടൻ പച്ച കുരുമുളക് അരച്ച് ചേർത്ത ഒരു സ്പെഷ്യൽ മട്ടൻ കറിയാണ്. 500 ഗ്രാം മട്ടൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പെരിഞ്ചീരകം പൊടിച്ചത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 200 ഗ്രാം ചെറിയ ഉള്ളി ചതച്ചത്, 1 ഗ്ലാസ് തേങ്ങയുടെ 1/4 പാൽ, പച്ചമുളക്, പച്ച കുരുമുളക്, കറിവേപ്പില എന്നിവ ചതച്ചത്. എരിവിനനുസരിച്ച് പച്ചമുളകും കുരുമുളകും എടുക്കാം. ചെറിയ പുളി രുചിക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയിലയും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുക്കറിലാണ് ഈ കറി ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കറിയാണിത്. കുക്കർ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നന്നായി വഴറ്റാം. പച്ചമണം മാറുമ്പോൾ അതിലേക്ക് നമുക്ക് ചതച്ച ചെറിയ ഉള്ളി ചേർത്ത് നന്നായി യോജിപ്പിക്കാം. ഉള്ളി പകുതി വേവാകുമ്പോൾ അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, പച്ച കുരുമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിക്കാം. അരപ്പിൻ്റെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. നമ്മൾ വേറെ ഒരു മസാലയും ഇതിൽ ഉപയോഗിക്കുന്നില്ല. നന്നായി വഴറ്റാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മട്ടൻ ഇതിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ച് കുക്കർ അടച്ച് ഒരു 4-5 വിസിൽ വരുന്നത് വരെ വേവിക്കാം. ഇതിലേക്ക് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. മട്ടൻ വെന്ത ശേഷം പുളി രുചി ആവശ്യമെങ്കിൽ മാത്രം 2-3 തുള്ളി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് നന്നായി യോജിപ്പിച്ച് എടുക്കാം. അധികം വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ കൊഴുപ്പുള്ള ഗ്രേവിയാണ് ഈ കറിക്ക്. മാത്രമല്ല പച്ച കുരുമുളകിൻ്റെ ആ ഫ്രഷായിട്ടുള്ള എരിവാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്.